ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വേറെ മേക്കിംഗ് വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ല. ഞാൻ രാവിലെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നങ്ങ് ഉറങ്ങുകയാണ് ചെയ്തത്. കാരണം രാത്രി നമുക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, എനിക്ക് കൂടുതലും ഉറക്കം വരുന്നതെന്ന് വെച്ചാൽ പകലാട്ടെ. കഴിച്ച് കഴിഞ്ഞ് ഒരു 10 മണി 11 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഫ്ലാറ്റാകും. അപ്പം രാത്രിയിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കും മേപ്പോട്ട് നോക്കിയിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയായിരുന്നു, പക്ഷേ എടുത്തത് ശരിയായില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കളഞ്ഞു. പിന്നെ ഇപ്പം കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡേഴ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാനിത് ചെയ്യുന്നത്. കുറേ നേരമായി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇങ്ങനെ പറയുന്നു. വീഡിയോ പ്രത്യേകിച്ചൊന്നും ഇല്ല, ചെറിയൊരു കുഞ്ഞു വീഡിയോ ആട്ടോ. അതായത് ഇങ്ങനെ കിട്ടിയ കുറച്ച് ഓർഡേഴ്സ്, അതായത് കുറച്ച് വർക്കുകൾ, ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്ത വർക്കുകളാണ് ദാണ്ടെ ഇരിക്കുന്നത്. കണ്ടോ? അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്ന് അയക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഒരു മാലയും കൂടി ഇനി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, മഞ്ചാടിയുടെ തന്നെ. അപ്പം മഞ്ചാടിയുടെ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മോയ്സ്ചർ ഫ്രീ ആയിട്ടുള്ള ഏരിയാസിലും അത് മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലാത്ത ഏരിയാസ്, സാധാരണ എങ്ങനെയാണോ നമ്മൾ ഒരു ജ്വല്ലറി സൂക്ഷിക്കുന്നത് അതിനെക്കാട്ടിലും കൂടുതൽ നമ്മളത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്നതായതുകൊണ്ട് ഇത് പെട്ടെന്ന് നമ്മൾ അത്രയും നല്ല രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലാത്ത പ്ലേസിൽ നോക്കി സൂക്ഷിക്കുക. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, മഞ്ചാടി മാല മേക്കിംഗ് അറ്റ് ഹോം. അപ്പോൾ എൻ്റെ വീഡിയോ വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ആ ഓർഡേഴ്സൊക്കെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അത് മാത്രമേ ഞാനിന്ന് എടുക്കുന്നുള്ളൂ. വേറെ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അപ്പം ഞാൻ എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല രീതിയിൽ അത് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ്. നമ്മൾ ഈ വീഡിയോ ഒക്കെ ചുമ്മാ അങ്ങ് എടുക്കുകയല്ല, ടൈമൊക്കെ എടുത്ത് നമ്മളത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് എന്തായാലും ആ മാലകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് കാണാം. എന്നാലും ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും എനിക്ക് ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമുക്ക് ആ മാലകൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത്രയും മാലകളാട്ടോ. ഇതിന് മാത്രമേ ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടെ ചെയ്യാം, ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഇനി ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാലകളാണ്. ഇതിൻ്റെ പേയ്മെൻറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, ഇത് ഇടുമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ കൂടുതലും മഞ്ചാടിയുടെ ആട്ടോ. അതിപ്പോഴും എനിക്ക് കണ്ടിന്യൂസ് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പം ഞാനത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രോബ്ലം ആവുമല്ലോ എന്ന് വിചാരിച്ച്. ഇത് ചെലങ്കിയുടെ സ്റ്റഡ്സ് ആട്ടോ ഇത്. അപ്പോൾ ഇത് ഓരോന്നും നിങ്ങളെ ഞാൻ എടുത്ത് കാണിക്കാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളിത് കാണിക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയ ഓർഡേഴ്സ്. ഇനി കുറച്ച് വർക്കുകളുണ്ട്, ഈ ഒരു എണ്ണത്തിൻ്റെയും കൂടെ ഉണ്ട്. അതുകൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് അയക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ന് അയക്കാം, ഈ ഒരു സെറ്റ് ഇന്ന് അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പാക്ക് ചെയ്തങ്ങ് അയക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൻ്റെ ഒരു പെട്ടിയും കൂടി, കുറച്ച് വലിയ പെട്ടി വരണം. അപ്പോൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വേണം ഇത് അയക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് പോസ്റ്റലൂടെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ വർക്ക് കൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് എല്ലാം കൂടെ തിങ്കളാഴ്ച അങ്ങ് അയക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ബ്രാൻഡിൻ്റെ പേരെന്ന് പറഞ്ഞേക്കുന്നത് ഹെവൻലി ഹാൻഡ്മെയ്ഡ് എന്നാണ്. അത് തന്നെയാണ് യൂട്യൂബിൻ്റെ ഹാൻഡിലും കൊടുത്തിരിക്കുന്നത്. അപ്പം ഹെവൻലി ഹാൻഡ്മെയ്ഡ് സത്യം പറഞ്ഞാൽ ഞാൻ എംബ്രോയ്ഡറി വർക്കാട്ടോ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. പക്ഷേ അത് നല്ല രീതിയിൽ ഫ്ലോപ്പാണ്. അത്യാവശ്യം നല്ല ഇപ്പോഴും ഫിനിഷിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ കിട്ടുന്നവരൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. കുറച്ച് ബാഡ് റിവ്യൂസ് മാത്രമേ നമുക്കിങ്ങനെ വന്നിട്ടുള്ളൂ. ചിലർക്ക് ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഒരു 100% ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് 99% എല്ലാവരെയും ആളുകളെയും നമുക്ക് എന്താണ് പറയുക, സ്വാധീനിക്കാനാണോ അതോ അതിനെന്തോ അമ്മ പറയുന്നത്, തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ അല്ലേ? തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പോൾ എൻ്റെ കാർഡാട്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് ഇറക്കിയ കാർഡ്. അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ ഇയറിംഗ് പ്ലേസിംഗ് കാർഡൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഓഫർ വന്നപ്പോൾ ചുമ്മാ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒരു ഗ്രാൻഡായിട്ട് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഇയറിംഗ് പ്ലേസിംഗ് കാർഡൊക്കെ അതൊക്കെ ഈ ഇടയ്ക്ക് വാങ്ങിച്ചാട്ടോ. ആദ്യം ഞാൻ ഈ ഒരു കാർഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ തന്നെ പ്രിൻറ്റ് ചെയ്തെടുപ്പിക്കുമായിരുന്നു, അല്ലാതെ വേറെ പുറത്തൊന്നും അങ്ങനെ കൊടുക്കും. എനിക്കിങ്ങനെ കുറച്ച് ഡിസൈനൊക്കെ വെച്ച് പിന്നെ ചെയ്യിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല, കുറച്ച് എക്സ്പെൻസ് ഒക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു എംബ്ലം ഉണ്ടല്ലോ, ഈ സംഭവം, ഈ സാധനം, അത് ഞാൻ ക്യാൻവാപ്പിൽ നിന്ന് എടുത്തതാട്ടോ. എന്നിട്ട് നമ്മുടെ എഡിറ്റ് ചെയ്തിങ്ങനെ എടുത്താണ് എല്ലാ എഡിറ്റിംഗ്. അപ്പം
ഇപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ബ്രാൻഡുകളുടെ പേരൊക്കെ ഓരോരുത്തരൊക്കെ അവരവരുടെ രീതിയിൽ ഇടുന്നതായിരിക്കും. ഞാനാണെങ്കിൽ ഹെവൻലി ഹാൻഡ്മെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം ഇവിടുന്ന് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിളിൽ ഞാനെല്ലാം ഗൂഗിൾ മാമിനെയാണ് ആശ്രയിക്കുന്നത്, ഗൂഗിൾ അമ്മച്ചിയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എന്തൊക്കെ നല്ല നല്ല ബ്രാൻഡുകളുടെ പേര് കൊടുക്കാമെന്ന് ഇങ്ങനെ നോക്കി, ബ്രാൻഡുകൾക്ക് എന്തൊക്കെ പേരുകൾ കൊടുക്കാമെന്ന് ഇങ്ങനെ ഹാൻഡ്മെയ്ഡ് ഐറ്റം എന്തൊക്കെ കൊടുക്കാമെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് കുറേ പേരുകൾക്കിടയിൽ ഹെവൻലി ഹാൻഡ്മെയ്ഡ് എന്നുള്ള പേര് ഞാൻ കണ്ടത്. അപ്പം ഹെവൻലി ഹാൻഡ് പൈ എനിക്കത് നല്ലൊരു ഇതായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പക്ഷെ കുറച്ച് വലിയൊരു പേരായിട്ട് തോന്നുന്നല്ലേ. എന്നാലും കൊള്ളാം. പറഞ്ഞ സമയത്ത് ഞാനിപ്പം എന്നോട് ബ്രാൻഡൊക്കെ ചോദിക്കുമ്പോൾ ഹെവൻലി ഹാൻഡ് മെയ്ഡ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരൊക്കെ നല്ല ഒരു റെസ്പോൺസാണ് തരുന്നത്. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഓരോരുത്തരുടെ ബ്രാൻഡുകളുടെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ കേൾക്കുമ്പോഴാണ് അയ്യോ നമുക്കും അങ്ങനെ വ്യത്യസ്തമായിട്ട് പേരുകൾ ഇടാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ മാറ്റത്തൊന്നുമില്ല കേട്ടോ, ഇനി ഇത് തന്നെ ഉള്ളൂ. ഇതിലാണ് നമ്മളിപ്പം പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് അപ്പം ഹെവൻലി ഹാൻഡ്മെയ്ഡ് എന്ന ബ്രാൻഡിൻ്റെ പേരിൻ്റെ അർത്ഥം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പം എന്താണ് ദൈവികമായ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചത് എന്നുള്ളൊരു മീനിങ്ങാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അപ്പം അതാണ് എൻ്റെ ബ്രാൻഡിൻ്റെ ആ ഒരു പേരിൻ്റെ അർത്ഥവും അത് ഉത്ഭവിച്ച ഒരു കഥ എന്ന് കഥയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫോണിനകത്ത് നോക്കിയപ്പോൾ ഒരു പേര് കണ്ടു, അത് ജസ്റ്റ് ഇട്ടു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാലകൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം മാലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ കാണിക്കുന്നത് ഈ ഒരു കൃഷ്ണൻ്റെ പെൻഡൻറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു മാലയാട്ടോ. ഇത് നമ്മൾ മഞ്ചാടി ബീഡ്സ് ആട്ടോ. ഇത് മഞ്ചാടി ബീഡ്സ് അല്ല, മഞ്ചാടി നാച്ചുറൽ സീഡ്സ് ആണ്. അപ്പം ഇത് നമ്മൾ നേരത്തെ ഒരെണ്ണം ചെയ്ത് കൊടുത്ത് ഇത്രയും ലെങ്ത് ഇല്ലായിരുന്നു. ഈ ഡോരിയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പെൻഡൻറ്റ് വെച്ചിട്ട് ഈ പെൻഡൻസ് ഒക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെയാണ് വാങ്ങിക്കുന്നത്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ അറിയാമല്ലോ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസിന് അത്യാവശ്യം കുറച്ച് റേറ്റാണ്. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെ സെയിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം, അതായത് ഇപ്പം നമുക്കിപ്പോൾ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ റിസ്ക് എടുത്തെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ റിസ്ക് എടുത്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ സീഡെന്ന് പറഞ്ഞേക്കുന്നത് മഞ്ചാടിയുടെ ആട്ടം. അപ്പോൾ നല്ല എല്ലാ ഇതിന് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ എഴുതി വെക്കണം. ഇപ്പോൾ എല്ലാം ആദ്യം ഞാനങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും അങ്ങനെ എഴുതത്തില്ല. ഇപ്പോൾ പക്ഷേ അയക്കുന്ന എല്ലാ ജ്വല്ലറിയുടെ കൂടെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് മസ്റ്റായിട്ട് എഴുതുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും ഇല്ല, മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത നല്ല പ്ലേസിൽ വേണമെന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഞ്ചാടിയുടെ ആയതുകൊണ്ട് കുട്ടികളുടെ കയ്യിലൊന്നും കൊടുക്കരുതെന്നൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് അതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വളരെ നല്ലൊരു മാലയുടെ 1 ലെയർ വരുന്ന മാലയാണ്. അടിയിൽ ഞാൻ ഗുങ്കുരു ഒക്കെ വെച്ചിട്ടുണ്ട്, കിടുങ്ങാമണികളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു മാലയാണ്, നല്ലൊരു സംഭവം, നല്ല രസം. എനിക്ക് ഈ മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു കമ്മലൂടെ ഉണ്ട്. ആദ്യം ഞാൻ ചെയ്ത് കൊടുത്ത കമ്മൽ കുറച്ച് ചെറുതായിരുന്നു, ഇത് കുറച്ച് വലുപ്പമുള്ള കമ്മലാട്ടോ. അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മഞ്ചാടി ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുത്ത ഒരു കമ്മലാണിത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്കാണെങ്കിൽ ഇപ്പം ഈ ഓണ സീസണൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ബൾക്കായിട്ടൊന്നും ചെയ്യുന്നില്ല. വരുന്ന ഓർഡർ അനുസരിച്ച് ചെയ്യുന്നത്. ഇതൊന്നും ഇതിങ്ങനെ വയ്യാന്നല്ല, നമുക്ക് നമ്മളിങ്ങനെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തലയ്ക്ക് വല്ലാത്ത രീതിയിൽ പെരുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓർഡേഴ്സ് ഇപ്പം ഞാനിങ്ങനെ കസ്റ്റമൈസേഷൻ അങ്ങനെ ചെയ്യുന്നില്ല. സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം മെറ്റീരിയൽസ് എല്ലാം ഒന്നും നമുക്കങ്ങനെ കിട്ടാനായിട്ട് ചാൻസ് ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്താലും അത് പെർഫെക്റ്റ് ആവുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ കസ്റ്റമൈസേഷൻ വർക്ക് അങ്ങനെ ചെയ്യാറില്ല. പണ്ട് ചെയ്യുമായിരുന്നു, ഇപ്പം ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഇപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്നത് ചിലങ്ക വെച്ചിട്ടുള്ള സ്റ്റഡ്സ് ആട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് ഇത് ഞാൻ ഒരാൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലങ്കയുടെ തന്നെ ഒരു ചെറിയ കമ്മൽ, ഇതിൻ്റെ ഒരു സെറ്റായിട്ടാട്ടോ. ഇത് ഞാനൊരു ചേച്ചിക്ക് നേരത്തെ ഒരു കസ്റ്റമർ ചേച്ചിക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറ്റ്. അതിൻ്റെ മാലയാണ് ഇത്. ഇത് നല്ല ഹെവി ആയിട്ടുള്ളൊരു മാലയാട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് ഈ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് മോഡേൺ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരുങ്ങി എനിക്ക് ചോക്കർ ടൈപ്പ് അധികം ചേരത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു, പക്ഷേ ഇത് നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെ ഇടുവാണെങ്കിൽ അത്യാവശ്യം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ചോക്കറിനെക്കാട്ടിലും കൂടുതലും ഇഷ്ടം ലോങ് ടൈപ്പായിട്ടുള്ള മാലകളാട്ടോ. ചോക്കർ എനിക്കിങ്ങനെ ഇടുമ്പോഴത്തേക്കും കഴുത്തിങ്ങനെ ഇറുകിയിരിക്കുന്ന പോലെ ഇങ്ങനെ തോന്നും. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓക്സിഡൈസ്ഡിൻ്റെ സംഭവങ്ങളാട്ടോ ഇതെല്ലാം. ഇതൊക്കെ 180 ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ, കാരണം റോ മെറ്റീരിയൽസിന് അത്രയും റേറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ചിലങ്കയുടെ ഈ ഒരു വർക്ക് നമുക്ക് ഹൈദരാബാദിന് അയക്കാനുള്ളതാണ്. പിന്നെ ഈ ഒരു മഞ്ചാടിയുടെ ഈ ഒരു ലോങ് ആയിട്ടുള്ള മാല നമുക്ക് ചങ്ങനാശ്ശേരിക്ക് അയക്കാനുള്ളതാണ്. പിന്നെ അതുപോലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ സ്റ്റാൻഡ് സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. എൻ്റെ ഉണ്ടായിരുന്ന സ്റ്റാൻഡ് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഞാനത് ഒടിഞ്ഞു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് അങ്ങോട്ട് പോയി. അപ്പം ഇനി വാങ്ങിക്കണം. ഞാനിങ്ങനെ ഏതാണ് നല്ലതെന്ന് ഇങ്ങനെ വെബ്സൈറ്റിൽ നോക്കുകയാണ്. നല്ലത് ഏതാണെന്ന് നോക്കണം, അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്ന് നോക്കണം. അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി ഇതുവരെ സാധനം എനിക്ക് വന്നില്ല. അപ്പം ഇതാട്ടോ മഞ്ചാടിയുടെ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇറഗുലറായിട്ടാട്ടോ ഇരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ഹോൾ ഇടുവാണെങ്കിൽ, ആ ഒരു ഷേപ്പിൽ ഇടുവാണെങ്കിൽ അത് കുറച്ച് പാടാട്ടോ. അതെങ്ങനെ ഇടുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് സത്യം പറഞ്ഞാൽ അതിങ്ങനെ കയറ്റി ഇടുന്ന പോലെ ഡ്രില്ലർ വെച്ചിട്ട് ഡ്രില്ല് ചെയ്താണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ ഇത് മഞ്ചാടിയുടെ തന്നെ
ഹൂപ്പ് ഇയറിങ്സ് ആട്ടോ ഇതൊക്കെ. ഹൂപ്പ് ഇയറിങ്സ് ഇതിപ്പം ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ 250 ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ പിന്നെ അവസാനം ഇപ്പോൾ ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുന്നവർക്കാണെങ്കിൽ അവസാനം നമ്മൾ ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഹൂപ്പ് ഇയറിങ്സ് ആട്ടോ ഇത്. ഇതിനും റേറ്റ് ഏകദേശം ഒരു 120 ആ ഒരു റേറ്റാണ്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള സീഡിൻ്റെ ഐറ്റം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, നമ്മൾ അതേ രീതിയിൽ വേണം നമ്മൾ എത്രയാണോ പൈസ മുടക്കിയത് അതേ രീതിയിൽ വേണം സൂക്ഷിക്കാനൂടെ. അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ അയക്കുന്നത്. കാരണം ഇത് നാച്ചുറൽ സീഡ് ആകുമ്പോൾ പ്ലാസ്റ്റിക് ഒന്നും അല്ലല്ലോ ഈ ഒരു സംഭവം. അപ്പം നാച്ചുറൽ സീഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് എന്തെങ്കിലും വാട്ടറൊക്കെ അല്ലെങ്കിൽ വെള്ളമൊക്കെ തട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു മാലയാട്ടോ. ഇത് 1 സ്ട്രിങ് വരുന്നൊരു മാലയാണ്. പിന്നെ ഇതാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഒരു ചേച്ചിക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോഴും മൊബൈൽ താഴെ വീഴുമോ? ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു മഞ്ചാടിയുടെ മാലയാട്ടോ. ഇത് ഭയങ്കര തിക്കാണിത്. അപ്പോൾ ഇതിൽ എത്ര ബീഡ്സ് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഏകദേശം ഒരു 200-ന് മേളിലോട്ടുള്ള ബീഡ്സ് ചേർത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എണ്ണി നോക്കിയില്ല. എന്നോട് അമ്മയും പറയും ചേച്ചിയും പറയും ബീഡ്സ് ഒക്കെ എണ്ണി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷേ എണ്ണി നോക്കിയില്ല. 200-ന് മേപ്പോട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ നമ്മൾ തിക്കായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വലുതുമുണ്ട് ചെറുതുമുണ്ട്. ചെറുതിനാണെങ്കിൽ 400 റുപ്പീസ് ഞാൻ ഇട്ടിരിക്കുന്നത്. വലുതിന് 800. ഈ ഒരു സൈസിന് 800 ആണ്. പ്ലസ് ഇയറിങ്സ് ഉൾപ്പെടെ ആട്ടോ. അപ്പം അത്രയും റേറ്റ് വരുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഇപ്പോൾ ചിലർക്ക് ആ റേറ്റ് താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ ചിലർക്ക് അത് താങ്ങാൻ പറ്റുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, നമ്മൾ ഇതെല്ലാം സൂക്ഷിക്കുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് ജ്വല്ലറി സൂക്ഷിക്കുന്നത് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ ഇതെടുത്തിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്ത കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഞാൻ എടുത്തൊരു വീഡിയോ ആണെങ്കിലും കംപ്ലീറ്റ്ലി അത് ഫ്ലോപ്പായി പോയായിരുന്നു. എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ എനിക്ക് ഉറക്കം വന്ന് ഞാൻ ഇത് കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഡെയിലി മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ഭയങ്കര ബോറായിരിക്കും കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, രാവിലെ എണീക്കുന്നു കഴിക്കുന്നു അതൊക്കെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം പരീക്ഷ എന്താണെന്ന് വെച്ചാൽ 20-ാം തീയതി ആട്ടോ. അപ്പോൾ അതിന് പഠിക്കണം. ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയുടെ വീഡിയോസ് എന്താ ഇടാത്തത് ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. മെയിൻ കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഒന്നാമത് മെയിൻ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ കയ്യിൽ വെച്ചിട്ട് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം കുറേ നേരം കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഇത് എഡിറ്റ് ചെയ്ത് കയറ്റി. ഇപ്പം എൻ്റെ ഫോണെന്ന് പറഞ്ഞേക്കുന്നത് പഴയ കുറച്ച് ഒരു 1-2 വർഷം പഴക്കമുള്ള ഫോണാണ്. അപ്പോൾ അതിന് മാറ്റാൻ ഏകദേശം ആയെന്നുള്ള സൂചനകളൊക്കെ ഫോണിൽ കാണിക്കുന്നുണ്ട്. സ്റ്റോറേജ് ഇഷ്യൂസ് ഒക്കെ ഇഷ്ടംപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഹിസ്റ്ററിയുടെ വീഡിയോസൊന്നും ഞാനങ്ങനെ ഇടാതിരുന്നത്. ഞാൻ സെക്കൻഡ് ചാനൽ അതിന് വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നു. പക്ഷേ അത് ലോങ് വീഡിയോസ് ആകുമ്പോഴത്തേക്കും നമുക്കത് വീഡിയോ അങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇടാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ എൻ്റെ ഫോണിൽ അത്രയും സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ ഇടാതിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ചെറിയ ലെങ്തിൽ നമുക്ക് ഇട്ടിട്ട് പോകാമല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മെറ്റീരിയൽസ് ചോദിച്ച് ഒരുപാട് പേര് എൻ്റെ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ടും ഫോൺ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഓർഡേഴ്സ് എടുക്കാൻ മാത്രമായിട്ടാണ്. ഞാൻ ബിസിനസ് നമ്പറാണ്. അപ്പം അതിലേക്ക് അങ്ങനെ ഒന്നാമത് ഫോൺ ഭയങ്കര ഹാങ് ആണ്. അപ്പം എപ്പോഴെപ്പോഴെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇറിറ്റേഷൻ തോന്നാറുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്രയും മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. കാരണം ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് സ്റ്റോറുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ നോക്കി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. ഞാനും അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കുന്നത്. അല്ലാതെ എനിക്കും അങ്ങനെ അറിയത്തില്ല. ഞാനിങ്ങനെ ഓരോ മെറ്റീരിയലൊക്കെ ഇങ്ങനെ നോക്കി ചെക്ക് ചെയ്ത് ഒക്കെയാണ് വാങ്ങിക്കുന്നത്. അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് ഇറങ്ങിയെങ്കിലേ നമുക്ക് ഇതിനൊക്കെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാം ആരെങ്കിലും കൊണ്ടുവന്ന് തരുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ബിസിനസ് നമ്പർ യൂസ് ചെയ്യുക. വേറെ ആര് വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ എടുക്കാറില്ല. കാരണം ഇതുപോലെ കുറേ നമ്പേഴ്സ് നമ്മളിങ്ങനെ മിസ്യൂസ് ചെയ്ത് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം ബിസിനസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് അതായിരിക്കും നല്ലത്. അല്ലാതെ വരുന്ന മെസ്സേജുകൾക്കൊന്നും ഞാനങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല. ഒന്നാമത് അതിനുള്ള സമയവും ഇല്ല, അതിനുള്ള ഒരു മാനസികാവസ്ഥയല്ല, അതിനുള്ള ഒരു സിറ്റുവേഷൻ കൂടെ അല്ല ഇപ്പം പോകുന്നത്. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞത്. ഇനി ഏകദേശം 2-3 കൂടെ ഉള്ളതിന് പേയ്മെൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് അത് പകുതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുകൊണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കണ്ടുമുട്ടാം ഡിയേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ബൈ. സ്റ്റേ ഹാപ്പി.